ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. ഓട്സും ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. 1 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ തരികളുള്ള ഹോൾ ഓട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വൈറ്റ് ഓട്സൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചൂടാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പകുതി ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, കുറച്ച് മല്ലിയിലയും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ചേർത്താലും മതി. എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കട്ടിയാകും, പിന്നെ കുറച്ചുകൂടി ടേസ്റ്റും ആയിരിക്കും. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. ഇതേപോലെ ഈ ഒരു ലൂസിൽ വേണം മാവിരിക്കാൻ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഒരുപാട് പരന്നൊന്നും വരത്തില്ല, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുക്കായി കിട്ടും. ഇതൊന്ന് തിരിച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. ഇതേപോലെ കളർ വന്നിട്ടുണ്ടെങ്കിൽ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശയാണ്. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളി വെന്ത് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ മല്ലിയിലയുടെ നല്ല ഫ്ലേവറും ഉണ്ട്. നമുക്ക് തക്കാളി ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ ഇത് കോമ്പിനേഷനാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്